പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 9-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ 8-ാം മാസത്തിൻ്റെ 2-ാമത്തെ വിശുദ്ധ പ്രഭാതത്തിലാണ് നാം ആയിരിക്കുന്നത്. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എല്ലാ ദൈവദാസന്മാർക്കും കർത്താവ് ധാരാളമായി നന്മകൾ ഒരുക്കട്ടെ. എത്രയോ പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അനേക കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന അനേക ദൈവമക്കളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവം എല്ലാവരെയും സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരനും ഇന്ന് പ്രഭാതം പറയുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട്. ചിലപ്പോൾ നമ്മെ പിടിച്ചിരിക്കുന്ന രോഗത്തിന് മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ലായിരിക്കാം. ഇതൊരിക്കലും സൗഖ്യം വരികയില്ലെന്ന് നമ്മെ ചികിത്സിക്കുന്നവർ പോലും പറയുകയും ചെയ്യാം. നമ്മുടെ പാപനിമിത്തമല്ല ഈ രോഗമെങ്കിൽ നാം സമയത്തിന് മുമ്പേ മരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമുക്ക് സൗഖ്യം വരികയില്ല എന്ന് ആരെല്ലാം പറഞ്ഞാലും ഈ വിഷയത്തെക്കുറിച്ച് ദൈവം എന്തു പറയുന്നു എന്ന് നാം ചിന്തിക്കുക, നാം പരിശോധിക്കണം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തുകയും അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. നമ്മെ സൗഖ്യമാക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുമ്പോൾ സൗഖ്യം വരികയില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും അവരുടെ വാക്കുകൾ നാം എന്തിന് ശ്രദ്ധിക്കണം? ജീവന്റെയും മരണത്തിൻ്റെയും താക്കോൽ നമ്മുടെ കർത്താവിൻ്റെ കയ്യിലാണ്. ആകയാൽ മറ്റുള്ളവർ പറയുന്നതല്ല, ദൈവം പറയുന്നതാണ് നാം കേൾക്കേണ്ടത്. ചില ഘട്ടത്തിൽ ദൈവവും നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ എന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ കൂടെ നാം പോകേണ്ടതായി വരാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ രോഗ ബലഹീനതയിൽ കൂടെ മാതാപിതാക്കളുടെ ബലഹീനതയിൽ കൂടെ ഏതൊക്കെ കൂട്ട് പങ്കാളികളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ അങ്ങനെ മാറാ രോഗങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതം സ്തോത്രം ഹല്ലേലൂയ ദൈവിക വാഗ്ദത്ത വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകുവാനിടയാകും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകാതിരിക്കുമ്പോൾ ഇവനെ രക്ഷിക്കാൻ ആരും വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തകർക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ, എന്നാൽ നാം സേവിക്കുന്ന ദൈവം അങ്ങനെ നമ്മെ ഉപേക്ഷിക്കുന്നവനാണോ? എവിടെയും സ്തോത്രം ഹല്ലേലൂയ പലരും പറയുന്ന വാക്കുകളാണ് വിഷയം. വാക്കുകൾക്ക് നമ്മെ തളർത്തിക്കളയുവാൻ കഴിയും. മനുഷ്യരെല്ലാവരും നമ്മെ ഉപേക്ഷിച്ചെന്നും ആരും നമ്മെ സഹായിച്ചില്ലെന്നും വരാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വഴി കാണിച്ചു കൊടുക്കുവാൻ, ഒരു ജോലി ശരിയാക്കുവാൻ, സാമ്പത്തികമായി സഹായിക്കുവാൻ തുടങ്ങി ഒന്നിനും ആരെയും കണ്ടില്ലെന്നും ആരും നമ്മെ സഹായിച്ചില്ലെന്നും വരാം. പ്രിയ ദൈവവേദനേ, നിശ്ചയമായും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആകയാൽ നാം പലരുടെയും വാക്കുകളുടെ മുമ്പിൽ പതറിപ്പോകാതെ നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന നമ്മുടെ നന്മയ്ക്കായി ചിന്തിക്കുന്ന, നമ്മുടെ നന്മയ്ക്കായി കരുതുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. യിരെമ്യാ പ്രവാചകൻ നേരിട്ടത് മറ്റൊരു വിഷയമാണ്. എല്ലാവരുടെയും ഏഷണിയും ഭീഷണിയും കേട്ട് താനാകെ തളർന്ന സ്ഥിതിയിലാണ്.
പക വീട്ടുവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം, അവർക്ക് അത് സാധിക്കും എന്നവർ പറയുന്നു. നമ്മെയും തകർത്തു കളയുവാൻ പകയോടുകൂടെ അനേകർ കാത്തിരിക്കുന്നു. നമ്മുടെ ജോലിയിൽ നിന്നും തകർത്തു കളയുവാൻ, നമ്മുടെ നന്മയിൽ നിന്നും, നമ്മുടെ ബിസിനസ്സുകളിൽ നിന്നും, ഉപജീവന മാർഗങ്ങളിൽ നിന്നൊക്കെ തകർത്തു കളയുവാൻ, തലമുറകളുടെ ഭാവികൾ, വിദ്യാഭ്യാസങ്ങൾ, അങ്ങനെ എണ്ണി പലതിലും തകർത്തു കളയുവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവർക്കത് സാധിക്കും എന്നവർ പറയുന്നു. എന്നാൽ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നമ്മെ വിട്ടുകൊടുക്കുന്നവനാണോ നമ്മുടെ ദൈവം? ഒരിക്കലുമില്ല. ദൈവശബ്ദത്തിനായി കാത്തിരിക്കുന്ന തന്നോട് ദൈവം പറയുന്നത്, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ തന്നോട് കൂടെയുണ്ട്. ആയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ വീഴും, അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയായ ഏറ്റവും ലജ്ജിച്ചു പോകും. ഒരിക്കലും മറന്നു പോകാത്ത നിത്യ ലജ്ജയോടെ തന്നെ ഇരമ്യാവ് പറയുകയാണ്, അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജ്ജിച്ചു പോകുവാനിടയാകുമെന്ന്. ഹല്ലേലൂയ. ശത്രുവിൻ്റെ പരിഹാസത്തിനും ആക്രമണത്തിനും നമ്മെ കൊടുത്തിട്ട് മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. നമ്മെ ആക്രമിക്കട്ടെ എന്ന് കരുതി ദൈവം മാറി നിൽക്കത്തില്ല ഒരിക്കലും. പ്രിയ ദൈവവേദനേ, സ്തോത്രം, ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആകയാൽ നാം പലരുടെയും വാക്കുകൾക്ക് മുമ്പേ പതറിപ്പോകാതെ, അവന് രക്ഷ ഉണ്ടാകില്ല, അവനിനി ഉയരത്തില്ല, ഇനി ശുശ്രൂഷയിൽ അവന് ഉയരുവാൻ കഴിയത്തില്ല, വിശാലത കാണത്തില്ല, ആലയം പണിയത്തില്ല, ഭവനം പണിയത്തില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി കണ്ട് സന്തോഷിക്കത്തില്ല, ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞ് വാക്കുകൾ കൊണ്ട് നമ്മെ തകർത്തു കളയുവാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ പതറിപ്പോകാതെ ദൈവശബ്ദത്തിനായി ഈ പ്രഭാതം കാതോർക്കാം. മറ്റുള്ളവർ പറയുന്ന വാക്കുകളല്ല പ്രിയ കുഞ്ഞെ, ദൈവം പറയുന്നതാണ് നാം കേൾക്കേണ്ടത്. അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. ഈ പ്രഭാതം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാനുഷിക ശബ്ദങ്ങൾ കേട്ട് കുഞ്ഞെ നീ പതറിപ്പോകണ്ട. മാനുഷിക ശബ്ദങ്ങൾ കേട്ട് നീ ക്ഷീണിച്ചു പോകണ്ട, ഭയപ്പെട്ടു പോകണ്ട. നിന്നെ തകർത്തു കളയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. നീ വിശുദ്ധിയോടെ, വേർപാടോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ സ്തോത്രം, ഒരു ശാപവും, ഒരു ശാപവാക്കുകളും, ഒരു ശത്രുവിൻ്റെ ഭീഷണിയും നിന്നെ തകർത്തു കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഗോലിയോത്തിനെ നോക്കി അഭിഷേകമില്ലാത്ത ഇസ്രായേൽ സ്തോത്രം സൈന്യം മാറി നിന്നപ്പോൾ അഭിഷേകം പ്രാപിച്ച ദാവീദ് ഭയമില്ലാതെ ഗോലിയോത്തിനെ തകർക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതം നിന്റെ മേലൊരു അഭിഷേകത്തിനായി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ഇന്ന് പകൽ പ്രാർത്ഥിക്കാമോ? സ്വർഗം ഇന്ന് പകലിൽ സ്തോത്രം, ഹല്ലേലൂയ, മാനുഷിക ശബ്ദങ്ങൾ കേട്ട് പതറിപ്പോകുവാനിട വരാതെ നിന്നെ ബലപ്പെടുത്തുവാനിടയാകും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് പ്രഭാതം ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ ഒരുക്കമാണോ? എങ്കിൽ എന്നോടൊപ്പം കണ്ണുകളെ അടച്ചാട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളെ അടച്ചാട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക അത്ഭുതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം കൃപ ചെയ്യും. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു നാഥ. ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ വിശുദ്ധ പ്രഭാതം കർത്താവേ, ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ വാത്സല്യ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണമേ. ശത്രുവിൻ്റെ വെല്ലുവിളികൾ കർത്താവേ, മാനുഷിക ശബ്ദങ്ങൾ കേട്ട് ക്ഷീണിച്ചും തളർന്നും ഇനി ഒരിക്കലും എനിക്ക് ഉയരുവാൻ കഴിയത്തില്ല, എനിക്കൊരു വിശാലത കാണുവാൻ കഴിയത്തില്ല എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവേ, അവരെ
അവരെ ശക്തമായി ബലപ്പെടുത്തണം, ദൈവകൃപയിൽ മറയ്ക്കണം. രോഗത്തെ നോക്കി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ഇന്നൊരു രോഗസൗഖ്യത്തിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.